ഹരേ കൃഷ്ണ. ജയശ്രീ രാധേ രാധേ. ഡിസംബർ 4 തൃക്കാർത്തികയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തികയും ഒരുമിച്ച് വരുന്ന വളരെ നല്ലൊരു ദിവസമാണ്. തൃക്കാർത്തികയുടെ അന്ന് മഹാലക്ഷ്മി നമ്മുടെ എല്ലാം ഭവനങ്ങളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ ദേവി നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അന്നേ ദിവസം നിറയെ ദീപങ്ങളൊക്കെ തെളിയിച്ച് ദേവിയെ വരവേൽക്കുക. ഭഗവതിയുടെ പിറന്നാൾ കൂടിയാണ് ഈ ദിവസം. പൂർണ്ണചന്ദ്രനെ ആ ഒരു പ്രഭയോടുകൂടെ കാണാൻ സാധിക്കുന്ന ദിവസം കൂടെയാണ്. മഹാലക്ഷ്മിക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ദിവസമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടെയാണ്. ആദ്യമായി അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീടുകളെല്ലാം ശുദ്ധിയാക്കുക, ചിരാതുകളിൽ ദീപം തെളിയിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഗുരുവായൂരപ്പന് എങ്ങനെയാണോ ഏകാദശി പ്രാധാന്യം, അതുപോലെ മഹാദേവന് എങ്ങനെയാണോ പ്രദോഷം, സുബ്രഹ്മണ്യ സ്വാമിക്ക് എങ്ങനെയാണോ ഷഷ്ടിവ്രതം, അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭഗവതിക്ക് തൃക്കാർത്തികയും. രാവിലെ എണീറ്റ് കുളിച്ച് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക. എന്നിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വ്രതങ്ങൾ എടുക്കുക. വീടിൻ്റെ സന്ധ്യാസമയമാകുമ്പോൾ വീടിൻ്റെ കോണിലും ഓരോ കോണിലും ദീപങ്ങൾ തെളിയിച്ച് വയ്ക്കുക. അതുപോലെ നമ്മുടെ ബെഡ്റൂമിലും അടുക്കളയിലും വീടിന് പുറകെയൊക്കെ വിളക്ക് കത്തിച്ച് വയ്ക്കുക. അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും എല്ലായിടത്തും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും ഇത് സഹായിക്കും. ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ചൊല്ലുക. മഹാലക്ഷ്മി അഷ്ടകം, ലളിതാ സഹസ്രനാമം, ഇതെല്ലാം ചൊല്ലുക. ദേവിക്ക് കടുംപായസം ഉണ്ടാക്കി സമർപ്പിക്കാം. അതുപോലെ ത്രിമധുരം, ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ തുളസീദേവിയുടെ ജന്മദിനം കൂടിയാണ്. തുളസി പൂജ ചെയ്യുന്നതും ഉത്തമമാണ്. അതുപോലെ ശരവണപ്പൊയ്കയിൽ സുബ്രഹ്മണ്യൻ അവതരിച്ച ദിവസം കൂടെയാണ്. മഹാദേവൻ ത്രിപുരാദഹനം നടത്തിയ ദിവസം കൂടിയാണെന്ന് പറയപ്പെടുന്നു. പണ്ടൊക്കെ തറവാട്ടിൽ മുത്തശ്ശി കാർത്തിക ദിവസം കുമ്പിളപ്പം, ചിലർ പറയും തെരളി, വയണയപ്പം, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതൊക്കെ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കും.